തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇനി മോൻ അമ്മ വിട്ടു പോവോ? ഞാൻ മോനെ പറ മോനെ, നീ എന്നെ വിട്ടു പോവോ? അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മയ്ക്കടുത്ത് ഞാൻ എത്തും. പിന്നെ ഞാൻ അമ്മയെ വിട്ട് എവിടെയും പോവില്ല. അപ്പൊ നീ പോകാൻ പോവാണോ? ആന്റിയുടെ മോൻ ആന്റിയെ കളഞ്ഞിട്ട് എവിടെയും പോവില്ല. ഇവൻ ആന്റിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവൻ മാത്രല്ല, ഞങ്ങളും ആന്റിയുടെ കൂടെ ഉണ്ടാവും. ആന്റിയുടെ മോനിവിടെ വന്നില്ലേ? ഇനി ഫുഡ് എടുത്ത് കഴിക്ക്. വാമേ. ഒരു നോവായി ഒരു പാട്ടായി ദൂരെ നീ പോയല്ലോ തനിച്ചാക്കി. അമ്മ ആഹാരം കഴിക്കേ. കഴിക്കേ, ഞാൻ വന്നല്ലോ. ഇനി ആഹാരം കഴിക്കേ. കഴിക്കേ. അമ്മ മോന് വരുത്തട്ടെ. കഴിക്കും മോനെ. അമ്മ കഴിക്കേ, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, മോൻ കഴിക്കേ, എന്നിട്ട് ഞാൻ കഴിക്കാം. കഴിക്കേ. എന്റെ മോൻ കഴിക്ക്. എത്ര കാലമായി അമ്മ ആഹാരം മരുന്ന് തന്നിട്ട്. അല്ല, അമ്മ കഴിക്കുന്നില്ലേ? അമ്മ കഴിക്കാം, അമ്മ കഴിക്കാം. മോൻ കഴിക്കേ. ഇനി അമ്മ കഴിക്കേ. അമ്മ ഇത് കഴിക്കേ. ഞങ്ങള് ആന്റിക്ക് നൽകിയ വാക്ക് പാലിച്ചു. ഇനി ആന്റി അവിവേകം ഒന്നും കാണിക്കരുത്. മരുന്ന് ഫുഡും എല്ലാം സമയത്ത് കഴിക്കണം. കഴിക്കാം. എന്റെ മോൻ വന്നല്ലോ, അത് മതി അമ്മയ്ക്ക്. എന്റെ മോൻ അടുത്തുള്ളപ്പോഴേ ഞാൻ എല്ലാം കഴിക്കും. ഇനി ഞാൻ എന്റെ മോനെ എവിടെയും വിടില്ല, കേട്ടല്ലോ? മകനേ കൺമണി നെഞ്ചിലെ താരാട്ടേ എങ്ങു പോയി നീ ജീവനേ രാവിൽ നിലാവേ. അതെ, ഹോസ്പിറ്റലാ. ആളിവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്. അന്വേഷിച്ചോക്കാം. ഓക്കെ. എടോ, ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചോ? ഇല്ല സാർ, അന്വേഷിക്കും. ഇതുവരെ അന്വേഷിച്ചില്ലേ? എടോ, അന്വേഷിക്കാനും കണ്ടെത്താനും ലേറ്റായ കുറ്റവാളി രക്ഷപ്പെടും. താൻ വന്നേ. സാർ, നിന്നെ, ഞങ്ങൾക്കൊരു കാര്യം അറിയണമായിരുന്നു. എന്താ സാർ? ഈ വ്യക്തി ഇവിടെ ഉണ്ടോ? ഉണ്ട് സാർ. ഒബ്സർവേഷൻ റൂമിലുണ്ട്. അവിടെ ഒബ്സർവേഷൻ റൂം ആളോട് ഉണ്ട് സാർ. ശരി സാർ.
താൻ വാ. മോൻ എവിടെയും പോവല്ലേ? അതോ അമ്മ ഉറങ്ങി കഴിയുമ്പോ മോൻ എവിടെയെങ്കിലും പോവോ? എനിക്ക് പോണം, ഞാൻ പിന്നെ വരാം. പോവോ? അയ്യോ ആന്റി, മോന് ജോലിക്ക് പോണ്ടേ? ആന്റി മോനെ പോവാൻ അനുവദിച്ചാലേ അവന് പോവാൻ പറ്റൂ. ഞാനിവനെ വിടില്ല. ഇല്ല, ഞാൻ വിടില്ല. ഇല്ല. മോനെ, മോനെ നീ പോവല്ലേ? അമ്മ വിട്ടിട്ട് നീ പോവോ? മോനെ, മോനെ നീ പോവോ? എന്റെ കൈ നന്നായി വേദനിക്കുന്നുണ്ട്. അമ്മ ഒന്ന് പതുക്കെ പിടിക്കൂ. ഇല്ല, ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ആന്റി, ഇവൻ പോയാലും ആന്റിയെ കാണാൻ വന്നോളും, വരാതിരിക്കില്ല. അതെ അതെ, ഇവൻ വരാതിരുന്നല്ലേ ഞങ്ങള് ഇതുപോലെ പിടിച്ചോണ്ട് വന്നോളാം. അത് ശരിയാവില്ല. ഞാൻ ഇവനെ വിട്ടു കഴിഞ്ഞാ പിന്നീട് ഇവൻ എന്റെ അടുത്ത് വരില്ല. എന്റെ മോൻ വരില്ല. നിങ്ങൾ എല്ലാരും പൊയ്ക്കോ. എനിക്ക് എന്റെ മോനോട് കൊറേ കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് ഇവിടെ പെടുത്തിരിക്കുകയാണല്ലേ? കിരണേ, ഇവനെ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുത്തും? ആരെങ്കിലും കേറി വന്നാ ഇവനെ കാണില്ലേ, തിരിച്ചറിയില്ലേ? ആരവേ, നീ പതിയെ പുറത്തേക്ക് പൊയ്ക്കോ. ആന്റിയെ ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഇവർ പിടിവിട്ടാലല്ലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. ഹലോ സർ, അതെ ഹോസ്പിറ്റലാ. എന്റെ മോനെ ഞാൻ വിടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു ഇവിടുന്ന്, പ്ലീസ് ഒന്ന് രക്ഷപ്പെടുത്തു. നീ ടെൻഷൻ ആവാതെ നമുക്ക് വഴിയുണ്ടാക്കാം. ആന്റി, ആന്റിക്ക് ഇവൻ കൊറേ ഡ്രസ്സുകൾ വാങ്ങാനിരുന്നതാ. അത് പിന്നെ മറന്നുപോയി. ഞങ്ങൾ ഇവനെ കൂട്ടിക്കൊണ്ടുപോയിട്ടെ ആന്റിക്ക് കൊറേ ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ട് വരാം. ഡ്രസ്സോ? പുതിയ ഡ്രസ്സോ? അതെ, നല്ല അടിപൊളി പുതിയ ഡ്രസ് ഉണ്ട്. അതിന്റെ കൂടെ ആന്റിക്ക് കഴിക്കാനേ ഒരു ചിക്കൻ പീസും കൂടെ വാങ്ങിച്ചോണ്ട് വരാം. ആണോ? എന്നാ വാങ്ങിക്കൊണ്ട് വാ. കാര്യം പറഞ്ഞപ്പോ ആന്റിക്ക് മനസ്സിലായി, കണ്ടോ? ആന്റി ഇവനെ വേഗം വിട്, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് വരാം.